വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണാൻ പോകുന്ന പ്യുവർ മൊഡാലിൽ വന്നിട്ടുള്ള പ്രീമിയം അൺസ്റ്റിച്ച് സൂട്ട്സിൻ്റെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും സെറ്റ്സുമാണ് വന്നിരിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in സൈറ്റ് ഐ ഡി. ഇതിൻ്റെ ഡിസൈൻസ് ഒരു 4 to 5 ഡിസൈൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടി ഇട്ടാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ആയിരിക്കും വീഡിയോ വരുന്നത്. ഇപ്പം ഞാനൊരു 2 ഡിഫറെൻറ്റ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സെറ്റാണ്, പ്യുവർ ഫോമിലുള്ളതാണ്. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വേണമെങ്കിൽ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9562251075 980755115533 ആ നമ്പേഴ്സിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്ത് ഇടുന്ന ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ വേഗം കളക്ഷൻസ് വന്നിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലൊരു സ്റ്റാർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പ്യുവർ മൊഡാൽ അറിയാമല്ലോ, കുറേ വരുന്നുണ്ട്. കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ മൊഡാലുണ്ട്. അല്ലാതെ ഇതൊരു ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക്കാണ്. നല്ല കണ്ടോ, പ്യുവർ ഫോമിൽ നല്ലൊരു സിൽക്കി ഫീല് വന്നിട്ടുള്ള മൊഡാൽ ഫാബ്രിക്കാണ്. 4200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതുണ്ട്, നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട് ഫാബ്രിക്കിന്. നിങ്ങൾക്ക് 46 or 48 ഉള്ളവർക്കൊക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് തയ്ച്ചെടുക്കാം. ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും വിട്ടുമുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് PV ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന, സിംപ്ലി വാഷ് ചെയ്തൊന്ന് ഡിപ്പ് ചെയ്ത് വേഗം വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. നല്ല കളേഴ്സും വന്നേക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഭയങ്കര കൂളാണ്. അറിയാമല്ലോ, ഇത് യൂസ് ചെയ്തേക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും. നല്ല ഫ്ലോയി ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല കംഫർട്ടബിൾ, നമുക്ക് എപ്പോഴും ഇടാൻ തോന്നും. നോർമൽ വാഷ് ചെയ്തെടുക്കാവുന്ന ഇത് നല്ലൊരു കാശിഷ് കളർ. ഭയങ്കര ലുക്കാണ് കേട്ടോ. ഇങ്ങനത്തെ മൊഡാൽ സാരീസൊക്കെ യൂസ് ചെയ്യില്ല, അതേ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു സെറ്റ്സ് ഇടുമ്പോഴും കിട്ടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത്, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു റിച്ച്നെസ്, ഡ്രസ്സിലുള്ള ആ ഒരു റിച്ച്നെസ് മനസ്സിലാവും. അത്രയും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ. ദുപ്പട്ടയാണെങ്കിലും ഇതുപോലെ നല്ല ലെങ്ത്തും വിടുത്തിന്, നല്ല ലെങ്ത്തും വിടുത്തുണ്ട് ദുപ്പട്ടയ്ക്ക്. ചിലർ പറയും ഇത് ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര ഡിസ്കംഫർട്ടാണ് എന്നൊക്കെ, ഇങ്ങനെ നല്ല വലിപ്പമുള്ളതാണ്. പക്ഷേ ഈ വലിപ്പമുള്ള ദുപ്പട്ട ഇടുമ്പോഴാണ് ആ ഒരു സെറ്റിന് ഒരു റിച്ച്നെസ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ദുപ്പട്ട ഇട്ട് പോകേണ്ട സമയത്ത് ദുപ്പട്ട ഇട്ട് യൂസ് ചെയ്യുക, അല്ലാതെ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഫങ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിച്ച്നെസ് ആണ് ആ ഒരു വലിയ ദുപ്പട്ട ഇടുന്നത്. ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. നെക്സ്റ്റ് കളർ ഇതുപോലെ, ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേർപ്പിൾ കളറിൽ നല്ല ഭംഗിയാണ് അതിടുമ്പോഴും. ഇതുപോലെ ദുപ്പട്ട കേട്ടോ, നല്ല സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഒഴുകി കിടക്കും, നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു പാറ്റേൺ കേട്ടോ. ഇതെങ്ങനെയാണ് ഔട്ട്ലുക്ക് വരിക, നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് ബോട്ടം വരിക. 4200 ആണ് റേറ്റ്. ഇനി വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ നല്ല ലെങ്ത് വിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് 46 or 48 ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ദുപ്പട്ട വന്നേക്കുന്ന ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതിങ്ങനെ ഇനി വരുന്നത്, അതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം ഈ കളറ് കാണാനായിട്ട്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. ഫാബ്രിക്കിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അത്രയ്ക്ക് നല്ല ഭംഗിയുമാണ്. ഇട്ടാലും നല്ല ചേർന്ന് കിടന്നോളും. ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ലൈനിങ് ഇടാതെ ചെയ്താലും കുഴപ്പമില്ല, ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി, എന്നാലും നമുക്ക് ഭംഗിയിൽ കിടക്കാം. 4200 റേറ്റ്. നെക്സ്റ്റ് വൺ ബ്ലൂ ഷെയ്ഡ്. നല്ല ലെങ്ത്തും ഉണ്ട് വിഡ്ത്തും ഉണ്ട് കേട്ടോ. നല്ല ഫ്ലോ ചെയ്യാം ദുപ്പട്ട അങ്ങനെ. ആൻഡ് ബോട്ടം സെയിം ടോൺ. 4200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കാശിഷ് കളർ. അതിൻ്റെ പ്രിൻറ്റ് കണ്ടോ, ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്. ആ ബ്ലാക്കും കൂടി ചേർന്ന് പോയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് സെയിം ടോൺ. ഇതുപോലെ പ്രിൻറ്റ്. ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.in സൈറ്റ് ഐ ഡി. നെക്സ്റ്റ് വൺ ഇതുപോലെ. ഇതിൻ്റെ കുറേ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്താലും
എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്. ദുപ്പട്ട ആൻഡ് ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണെങ്കിൽ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യുക. 9562251075 കേട്ടോ. നമ്മുടെ വീഡിയോസ് ഗ്ലിറ്റ്സിൻ്റെ പേജിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്, വേറെ പേജസിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നോക്കിയിട്ട് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ ഇൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.